ഒന്ന് മാറിയുടെ അവിടുന്ന്. ഹാപ്പി ബർത്ത്ഡേ കുട്ടാ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ വെക്കാ. എന്തിനാളിയാ ഞങ്ങൾ ഒന്നും ഇഷ്ടപ്പെട്ടില്ല നിനക്ക്? ഏയ് ഒന്നുമില്ലടാ. എന്റെ ഫേവറേറ്റ് ബ്രാൻഡാണ് മേടിച്ചേക്കണത്. നമ്മൾ എത്ര നാളാടൊന്ന് കൂടിയിട്ട്. നിങ്ങളിരിക്കും. ഇതെന്താ പറ്റിയത്? എടാ അവനെന്തോ പ്രശ്നമുള്ള പോലെ ആണോ? നീ ഒന്ന് ചോദിക്കും. ഞാൻ പോയി ക്ലാസ് ഓക്കെ, നീ ചെല്ലി. എന്താടാ? നീ എന്താണ് ഈ ഇഞ്ചി അടിച്ച് പറഞ്ഞ പോലെ? എന്താ ഫുഡിന്റെ കാര്യം ഓർത്തിട്ടാണ്? അതോർത്ത് ടെൻഷൻ വേണ്ടടാ. ഫുഡ് ഉണ്ട്, കേക്ക് ഉണ്ട്, ലിക്കർ ഉണ്ട്, സിഗോ ഉണ്ട്. അത് പോരളിയാ. അതൊരു കാര്യമുണ്ട്. ഒരു പഫർന്നാടാ. തരാടാപ്പനെ കത്തിച്ചതേ ഉള്ളു. ഓ അങ്ങനെയൊക്കെയാണ്. നീ വലിച്ചു ചേർന്നവരെ ഞാനിവിടെ കാത്തിരിക്കണം, ഒരടിമയെ പോലെ. എന്റെ പൊന്നോ, അവൻ തുടങ്ങിയിട്ടുണ്ട് സെന്റിമെന്റൽ അപ്രോച്ച്. എന്നാ വലിച്ചു ചാവ്. നീ ഇത് എവിടെ പോണേണ്? എടാ ഞാനൊന്ന് മൂത്രമൊഴിച്ചിട്ട് വരാടാ. അതിന് അങ്ങോട്ട് പോണത് ബാത്റൂമിനകത്തല്ലേ? എടാ അമ്മ ഇങ്ങോട്ട് വന്ന പാലില്ലേ? ഏത് മുതലപ്പാലവാ? ആ അതന്നെ. എടാ ആ പാലത്തിൽ നിന്ന് മൂത്രം താഴേക്ക് വെള്ളത്തിൽ വീഴുമ്പോ ഉണ്ടാകുന്ന സൗണ്ടും ആ പാടോരം വരുന്നു എന്നെ ഇളം കാറ്റും ഇങ്ങോട്ട് മൂത്രം ഒഴിക്കുമ്പോ കിട്ടുന്നൊരു സുഖം ഉണ്ടല്ലോ. ഇവന്റെ ഈ കൂറ കോൺക്രീറ്റ് ബാത്റൂമിൽ കിട്ടോടാ. അത് മാത്രല്ല, ആ പാലത്തിൽ നിന്ന് ചാടിച്ചത് നമ്മുടെ ലീനയില്ലേ, അവളുടെ ആത്മാവുണ്ടോ? ബാത്റൂം എവിടെയാണാടാ പറഞ്ഞേ? അവിടെയാണല്ലേ. എന്ത് സുഖം വേണ്ട? അതല്ല ലിയ, ചെറിയ പനിക്കോളെന്ന് തോന്നുന്നു. കാറ്റടിച്ചപ്പോ എനിക്ക് കൂടിയാല. അല്ലാതെ നീ പൊട്ടന്മാര് പറഞ്ഞിട്ട് പേടിച്ചിട്ടല്ല, നിനക്കറിയാലോ ഫ്രണ്ട്സാ. ഓ ആയിക്കോട്ടെ, ഇവനെ കൊണ്ട് തോറ്റി. എന്താല്ലേ, എന്ത് കഴിവുള്ള കുട്ടിയായിരുന്നു. ഈയിടെ നമ്മൾ പഠിക്കുന്ന സമയത്ത് അവളെന്ത് സ്മാർട്ടായിരുന്നു. അത് മാത്രമാ, പഠിക്കാനും സ്പോർട്സിലും ആർട്സിലും ഇത് ബോൾഡായിരുന്നു അവള്. ശരിയല്ലേ? എനിക്കൊരൊറ്റ കാര്യത്തിൽ മാത്രമേ അവളുടെ കുറ്റം. അതെന്താ കളിയാ? നമ്മളൊക്കെ ഗ്ലാമറുള്ള പയ്യന്മാരെ അവളുടെ കൂടെ പഠിക്കുന്നുണ്ട്. അവൾക്ക് മരമോന്റെ ഞങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് ഗ്ലാമറിൽ മോന്നോ നോക്കട്ടെ. അതൊക്കെ പഠിച്ച കാര്യത്തിലല്ലേ അലക്സി? നീയൊക്കെ എന്തിനാണ് ഇപ്പൊ ഈ വിഷയം എടുത്തിരുന്ന? വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ടാ പറയാൻ? അല്ലടാ അലക്സി, അവളെന്തിനാ ആത്മഹത്യയാണ്? ഇതിനു വേണ്ടി ഒന്ന് കാര്യം. അത് നിനക്കൊന്നും അറിയില്ല അലക്സി. കോളേജ് പഠിച്ചതിന് ശേഷം കണക്ഷൻ ഉണ്ടായിട്ടില്ല. പിന്നെ എടാ എനിക്ക് എങ്ങനെ അറിയാമോ അവളെങ്ങനെ ചത്തേന്ന്? നിനക്ക് ഇത് എന്തിന്റെ കാണാം? അത് ഞാൻ ഇത്ര ചൂടാണ്. അവനെന്ത് പറഞ്ഞിട്ടാണ്? അതിവിടെ അതോട് അതൊക്കെ പോട്ടെ. നമ്മൾ നിന്റെ പുറകെ പോയി ഇതൊക്കെ അറിഞ്ഞിട്ട് എന്തിനാണ്? അറിയണം, നമ്മൾ അറിയണം. അവള് നമ്മുടെ ഫ്രണ്ട് അല്ലേ?
ആ ഇളങ്കാറ്റ് വന്നല്ല. ഇതെങ്ങനെ അറിയുമെന്ന് ഈ പറയണത്? ആ അങ്ങനെ ചോദിക്കേ. നമ്മൾ അവളുടെ ആത്മാവിനെ ഓജോബോട് കളിച്ച് വരുത്തും. കാര്യങ്ങൾ അന്വേഷിക്കും. ഓജോ പോടാ, ഒന്ന് പോടാ. തലല് പൊളിക്കുന്ന കൂപ്പൊളിക്കുന്ന അതെന്താണ് ഇപ്പാടത്? നിക്കേ, അതിന് ഓജോബോർഡ് എവിടെ ഇരിക്കണ്? ഡേ അത് എനിക്ക് വിട്. ഇത് ക്യാരം ബോർഡ് ഉണ്ടല്ലോ, പേപ്പറും കാര്യങ്ങളും ഉണ്ട്. നീയൊക്കെ ഉണ്ടായാൽ മതി, നമുക്ക് സെറ്റാക്കാം. ആ അല്ല, കളിക്കാൻ തീരുമാനിച്ചപ്പോ ഒന്ന് കളിച്ചു നോക്കാന്ന്, അല്ലെങ്കിൽ നിനക്ക് സത്യമാണെന്ന് അറിയാലോ. എടേ ഇതും കൂടെ സെറ്റ് ആവോ? നീയൊക്കെ എന്തിനാ ഇങ്ങോട്ട് വന്ന്? എന്താ പാർട്ടിയൊക്കെ കഴിഞ്ഞില്ലേ? ഇറങ്ങി ഇവിടെ നിന്നല്ല. എന്ത് കോപ്പാണ്? അവൻ നിൽക്കാണ്ടിരിക്കട്ടെ. വെട്ടം കുറവുള്ള നമുക്ക് ലൈറ്റ് ഇട്ടാലോ? ഇവിടെ ലൈറ്റ് ഇട്ട് ഓജോബോർഡിന്റെ ആംബിയൻസ് അങ്ങോട്ട് പോകും. രണ്ടോ കൂടി കെട്ടിത്തരാൻ പറഞ്ഞു. ഇപ്പൊ തന്നെ പേരിട്ട കൈയും കാലം മറക്കാണ്. അതാ ഞാനും പറഞ്ഞത്. നിനക്കൊക്കെ പേടിയാണെങ്കിൽ രണ്ടു മണി കൂടി കത്തിക്ക്. ആ എങ്ങനെയുണ്ട്? കൊള്ളാം. സെറ്റല്ലേ? പൊളിയേട്ടാ. അടിച്ച്. ആ ദേ ഏ? 3 പേരോടും ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്ത്? ഒരുമാതിരി തമാശ കളിക്കരുത്. ബി സീരിയസ്. ഓക്കെ? ഓക്കെ. നമ്മൾ കണ്ണുകൾ അടച്ച് പ്ലീസ് കംലീന സ്പിരിറ്റ്, പ്ലീസ് കംലീന സ്പിരിറ്റ് എന്നിടണം. പിന്നെ കണ്ണുകൾ അടച്ചെന്നാൽ കണ്ണുകൾ അടച്ചു തന്നെ ഇരിക്കണം. ഇടക്ക് വെച്ച് കണ്ണൂർന്ന് ഇതിന്റെ ഭവ്യത നിങ്ങൾ കളയരുത്. കൈ ഇതിലേക്ക് വെക്ക്. പ്ലീസ് കംലീന സ്പിരിറ്റ്, പ്ലീസ് കംലീന സ്പിരിറ്റ്, പ്ലീസ് കംലീന സ്പിരിറ്റ്. കണ്ണുകളടക്കി. പ്ലീസ് കംലീന സ്പിരിറ്റ്, പ്ലീസ് കംലീന സ്പിരിറ്റ്. ഞാനിപ്പോ ആത്മാവ് വന്നു എന്ന് ചോദിക്കും. വന്നെങ്കിൽ കോയിനനങ്ങും. കണ്ട കണ്ട. പ്ലീസ് കംലീന സ്പിരിറ്റ്, പ്ലീസ് കംലീന സ്പിരിറ്റ്. വന്നോ? വന്നില്ല. കണ്ണടക്കണം. എടാ എന്നോടല്ല. ആരാ ആരാ? ഈ ഈ എൻ ഏ ലീന ചോദിച്ചു എന്ത്? അവളെന്തിനാ വെച്ചെന്ന് ചോദിച്ചു. നീ എന്തിനാ ആത്മഹത്യ ചെയ്ത്? നോയോ? പിന്നെ വെക്കടാ, വെക്ക്, കൈ വെക്കടാ. ചോദിക്കും. ആരോട് ചോദിക്കും?
ഏ ഏ? ഈ ഇറങ്ങിക്കോളെ ഇവിടെ നിന്നല്ല. എടാ എടാ നീ സീരിയസ് ആയിട്ട് എടുത്താ? എടാ ഞാൻ ദേ പൊട്ടന്മാരെ കളിപ്പിക്കാൻ വേണ്ടി ഞാനാടാ ഈ കോനടിക്കുന്നത്. എടാ ചുമ്മാ തമാശക്കാടാ. മതിയടാ മയിരുണ്ടാക്കാൻ. എടാ എനിക്ക് വേണ്ട, അത് വെറുതെ നിനക്കൊക്കെ എന്തിനാ? ഇറങ്ങിക്കോളെ ഇപ്പൊ ഇവിടെ നിന്നല്ല. എന്നെ വെറുതെ വട്ടാക്കല്ലടാ. കുറഞ്ഞ നേരമായി ഇൻസൾട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇവരിങ്ങനെ അവമാനിച്ച് ഇറക്കി നടന്നതേ നമ്മ ഇറങ്ങി പോണതാണ്. ബാബാ പോവാ, ബർത്ത്ഡേ ഉണ്ടാക്കാൻ വന്നിരുന്നു. നിക്കടാ. അങ്ങനെ നീ പാട്ടിക്കണ്ട. ഇതെന്താ കാണിക്കണത്? നമ്മള് കാശ് കൊടുത്ത് വെച്ച സാധനമല്ലേ, അങ്ങനെ പോകാൻ അടിക്കണ്ട. ആരാത്? ഹലോ, ചോദിച്ചു കേട്ടില്ലേ? നിങ്ങളോടാ ചോദിച്ചത്. എന്താ ഇവിടെ? ആരാ നിങ്ങള്? അറിയില്ലല്ലേ? ഞാൻ എങ്ങനെ മരിച്ചത് നിനക്ക് അറിയില്ലല്ലേ? അലക്സി, ഞാൻ നിന്നെ ഇത്രമാത്രം സ്നേഹിച്ചിരുന്നു നിനക്കറിയില്ല. ഞാനും നിനക്കടുത്തേക്ക് ഓടിയെത്തിയത് നമ്മുടെ ഒരു സന്തോഷം അറിയിക്കാനായിരുന്നു. പക്ഷേ ഞാനും ആ സന്തോഷവും നിനക്കൊരു ഭാരമായിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ലക്ഷ്മി. അന്ന് നീ ഇല്ലാതാക്കിയത് എന്നെ മാത്രമല്ല, നമ്മുടെ ആ സന്തോഷത്തെ കൂടിയാ. എന്നിട്ട് നീ ഇപ്പോ മാന്യനെ സുഖിച്ചു ജീവിക്കുന്നു. വിടില്ല ഞാൻ. മരണത്തിന്റെ വേദന അത് നീ അറിയണം. അറിയിക്കും ഞാൻ. എന്താടാ ഇത് പറ്റി? എന്താ പ്രശ്നം? എന്താ ഇങ്ങനെ ഇല്ലടാ,
ഒന്നുമില്ല. ചുമ്മാ മനുഷ്യനെ പിടിപ്പിക്കാൻ ആര് നിന്നടാ. എടാ ഗ്ലാസും വെള്ളം എവിടെയിരിക്കണം? അവിടെ. ആ എടാ നിന്റെ ബർത്ത്ഡേ അല്ലേ, പൊളിക്കണ്ട നമുക്ക്. എടാ, നീ എന്താ ഇങ്ങനെ നിക്കണെ? വന്ന് കേക്ക് മുറിക്ക്. സമയമില്ല, അടി തുടങ്ങണ്ടേ? ഇങ്ങനെ ഇരിക്ക്. ഞാൻ ദേ വന്നി. ഇവർക്ക് എന്താണ്? നീ എന്തിറങ്ങണേ? ഒന്ന് പെട്ടെന്ന് ഇറങ്ങിക്കേ, എനിക്കൊന്ന് മൂത്രം ഒഴിക്കണം. ഇറങ്ങണ ഒന്ന്. നീ എന്താ ഇവിടെ നിൽക്കണം? വാ, കേക്ക് മുറിക്കാം, വാ. എന്താ അവിടെ ഇരിക്ക്? കേക്കും മതിയൊക്കെ റെഡിയാ. ഇനി ബർത്ത്ഡേ പോയി ഒന്ന് കേക്ക് മുറിച്ച പരിപാടി തുടങ്ങാം. ഹാപ്പി birthday to you. Happy birthday to you. Happy birthday. അവിടെ നീ കേക്ക് മുറിക്കണല്ലേ? നേരെ വന്നെടുത്തോണ്ട് പോയി. അവരൊരു ചേഴ്സ് എങ്കിലും പറഞ്ഞൂടെ? അപ്പൊ കേക്കാ? ആ, കേക്ക്. ശരിയാണല്ല. കേക്ക് നമ്മുടെ ടച്ചിങ്സ് അല്ലേ? ആ പൊളി. എടേ, ഈ കേക്ക് മുക്കി നക്കുക. അടിച്ചിരിക്കണേ. കട്ടിയാ ഇതാ ഇച്ചിരി കെട്ടിയായി പോയി. രണ്ടെണ്ണം കട്ടിക്കടിച്ചാല് അതൊരു മൂടാവും. അടി അടി. കേക്ക് നല്ല ടച്ചിങ്സ് ഒന്നും അല്ലട്ടാ. ഇവനെന്താ കഴിക്കണ? ഇവനെന്തെങ്കിലും അസുഖം ഉണ്ടോ? ഡിപ്രഷൻ. ഡിപ്രഷനാ? ഇവിടുന്ന് ഡിപ്രഷൻ ശരിയാണ്ട എന്താണ്ടൊക്കെ ക്ലസ് വന്നിട്ട് അവൻ വന്നിട്ട് വന്നിട്ട് നരാൻ പോലെ നിങ്ങൾ അടുത്തൊഴുക്കി ഒഴുക്കി. എന്താ ഈ കാണിക്കണത്? ഇവരെത്തി കാണിക്കണേ.